യേശുക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നു. എല്ലാ ജാതി മതസ്ഥരും അവരവരുടേതായിരിക്കുന്ന ദൈവങ്ങളെ ആരാധിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം പറയുന്നു, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കാത്തവൻ ദൈവമല്ല. അങ്ങനെയുള്ളവരൊക്കെയും യേശുക്രിസ്തു നാളെ മടങ്ങി വരുമ്പോൾ ലോകാവസാനത്തോടെ തീയാൽ നശിച്ചു പോവുകയും ചെയ്യും. എന്നാൽ ക്രിസ്തീയ മതവിശ്വാസികളുടെ നടുവിൽ നിന്ന് ഒരു ഹിന്ദു മതവിശ്വാസത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പാപമോചനം നേടിയ വിശുദ്ധനും ദൈവത്തിന്റെ മകനുമായിട്ട് തീർന്ന ഞാൻ ഘോഷിക്കുന്നത്, യേശുക്രിസ്തു ഇന്ന് ഭൂമിയിലേക്ക് ഏകാധിപതിയായിട്ട് മടങ്ങി വന്നാൽ, അല്ലെങ്കിൽ ഇന്നാണ് നമ്മുടെ മരണ ദിവസമെങ്കിൽ ആ പരിശുദ്ധനോടുകൂടെ നിത്യസ്വർഗത്തിലേക്ക് പ്രവേശിപ്പാൻ നിങ്ങൾ യോഗ്യത നേടിയോ? ഇത് മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചോദ്യം ചെയ്യുന്നുള്ളൂ. യേശുക്രിസ്തു ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയാണ്? പ്രിയപ്പെട്ടവരെ, മരണം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുള്ള ഒരു കാര്യമുള്ളൂ. അതെന്നാണെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ദൈവത്തിന് നമ്മളോടുള്ള അഗാധമായിരിക്കുന്ന സ്നേഹം എന്താണെന്നറിയാമോ? മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയാത്തത് കൊണ്ട്, ഈ രക്തത്തിനോ ഈ മാംസമായിരിക്കുന്ന ശരീരത്തിനോ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട്, മരണം മുഖാന്തരമായിട്ട് ഈ മാംസരക്തങ്ങളെ മാറ്റി അകത്തുള്ള ആത്മീയ ശരീരത്തെ എഴുന്നേൽപ്പിച്ച് ആ ആത്മാവാകുന്ന ദൈവത്തോടുകൂടെ എന്നേക്കും ജീവിക്കുവാൻ, കോടാനുകോടി വർഷങ്ങളിൽ കഴിഞ്ഞാലും തീരാത്ത നിത്യസ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാന് നമുക്ക് തടസ്സമായിരുന്ന പാപത്തെ പോക്കി നമ്മളെ വിശുദ്ധന്മാരാക്കി തീർക്കുവാനത്രേ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. നിങ്ങൾ എത്ര പേർ അത് വിശ്വസിച്ചു?